അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം. സൂറത്തുൽ മുൽക്ക് മൂന്നാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണവൻ, 7 സമാവാത്തിൻ, ആകാശങ്ങളെ, തിബാഖൻ, ഒന്നിനുമീതെ മറ്റൊന്നായി, മാതറ, നിനക്ക് കാണാൻ കഴിയില്ല, ഫീ ഖൽഖിർ റഹ്മാൻ, പരമകാരുണികൻ്റെ സൃഷ്ടിപ്പിൽ, മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറവും, ഫർജ്, നീ തിരിച്ചു കൊണ്ടുവരിക, അൽ ബസ്വർ, നിന്റെ ദൃഷ്ടിയെ, ഹൽ തറ, നീ കാണുന്നുണ്ടോ, മിൻ ഫുത്തൂർ, വല്ല വിടവും. ആകാശങ്ങളെ 7 ഒന്നിനുമീതെ ഒന്നായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നാണ് ഈ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ആകാശത്തിന് 7 പാളികൾ ഉണ്ട്. അവ ട്രോപ്പോസ്ഫിയർ, കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും താഴത്തെ പാളി; സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ പാളി ഉൾക്കൊള്ളുന്ന ഭാഗം; മെസോസ്ഫിയർ, ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി; തെർമോസ്ഫിയർ, അമിതമായ ചൂടിനെ പ്രതിരോധിക്കുന്ന ഭാഗം; എക്സോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറം ഭാഗം; അയോണോസ്ഫിയർ, റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്; മാഗ്നറ്റോസ്ഫിയർ, സൂര്യനിൽ നിന്നുമുള്ള മാരകമായ വികിരണങ്ങളെ തടയുന്നത് എന്നിവയാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറമെ പ്രപഞ്ചത്തെ മൊത്തത്തിലെടുത്താലും ഈ 7 എന്ന ക്രമം കാണാൻ കഴിയുമെന്ന് ചില പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥം, ഗാലക്സികൾ, ഗാലക്സി ക്ലസ്റ്ററുകൾ എന്നിങ്ങനെ പ്രപഞ്ചം വികസിച്ച് കിടക്കുന്ന വിവിധ തലങ്ങളെയാകാം 7 ആകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, ഖുർആൻ പറഞ്ഞ സമാ ദുനിയ, അടുത്ത ആകാശം, നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് എന്നും വിശദീകരണമുണ്ട്. നാം ടെലസ്കോപ്പിലൂടെ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ 1-ാമത്തെ ആകാശം ആണ് എന്നും, ബാക്കി 6 ആകാശങ്ങൾ ഇതിനുമപ്പുറത്തുള്ള ശാസ്ത്രം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത അജ്ഞാതമായ തലങ്ങളായിരിക്കാം എന്നും ഈ ആയത്തിന് വിശദീകരണമുണ്ട്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറി പ്രകാരം പ്രപഞ്ചത്തിന് നമ്മൾ കാണുന്ന 3 ഡയമെൻഷനുകൾക്ക് പുറമെ കൂടുതൽ ഡയമെൻഷനുകൾ ഉണ്ട് എന്നും കരുതപ്പെടുന്നു. ഖുർആൻ പറഞ്ഞ 7 ആകാശങ്ങൾ ഇത്തരം വ്യത്യസ്തങ്ങളായ പ്രപഞ്ചതലങ്ങളോ ഡയമെൻഷനുകളോ ആകാനുള്ള സാധ്യതയും ഗവേഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തെ ശാസ്ത്രം പ്രധാനമായും 5 പാളികളായി തരംതിരിച്ചിട്ടുണ്ട് എങ്കിലും ഉപവിഭാഗങ്ങൾ ഉൾപ്പെടെ നോക്കിയാൽ അവ 7 കണക്കാക്കാമെന്ന് പല ആധുനിക വ്യാഖ്യാതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖുർആനിലെ 7 ആകാശങ്ങളെന്ന പ്രയോഗം ഭൂമിയുടെ അന്തരീക്ഷത്തെയോ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വിവിധ തലങ്ങളെയോ അതല്ലെങ്കിൽ മനുഷ്യന് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢമായ പ്രപഞ്ച പാളികളെയോ സൂചിപ്പിക്കുന്നതാകാം. ശാസ്ത്രം പുരോഗമിക്കുന്തോറും ഇതിന് കൂടുതൽ വ്യക്തമായ അർത്ഥതലങ്ങൾ വരികയും ചെയ്തേക്കാം. ഇപ്പോൾ മനസ്സിലാക്കപ്പെടുന്ന വിശദീകരണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ, മനനം ചെയ്യാൻ, ഖുർആൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.